കേരളം നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു നാടാണ്. ഞാൻ പലപ്പോഴും പലരോടും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന വലിയ ഒരു സാധ്യതയാണ്. അതിൻ്റെ വലിയൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് തന്ന ചില സന്തോഷങ്ങളാണ്. ഈ വാക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ടെറൈൻ എന്ന് പറഞ്ഞാൽ ചരിവുള്ള ഭൂമി എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലേ? ചരിവുള്ളിടത്താണ് തേയിലത്തോട്ടങ്ങൾ. ഇത് ആകാശ് ഞങ്ങളൊരു യാത്രയിലാണ്. അപ്പോൾ യാത്രയ്ക്ക് മുമ്പായിട്ട് ആകാശ് സൈക്ലിംഗ് നടത്തുന്ന രംഗമാണിത്. അന്ന് ഇവൻ്റെ പിറന്നാളും കൂടിയായിരുന്നു. ഇവിടെ ഒന്നുമല്ല, ഇവിടുന്ന് പോകും രാവിലെ. നമ്മൾ ഈ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പലയിടത്തും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ നമുക്ക് അവിടെ തരുന്ന താമസ സ്ഥലങ്ങൾ, റിസോർട്ടുകൾ, ഇതൊക്കെ ഒരുവിധം എൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റാറുണ്ട്. പക്ഷെ തീർത്തും വേറിട്ട ഒരു രംഗമായിരുന്നു ഞാൻ കണ്ടത്. ഇത് ദിലീപ്, ഇദ്ദേഹം നമ്മുടെ ഈ പറയാൻ പോകുന്ന ഈ രംഗത്തിൽ ഇത് ഒരു റിസോർട്ടാണ്, ടീറ്ററൈൻ്റെ ഫ്രണ്ട് ഓഫീസാണിത്. അപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പാണ് ടീറ്ററൈൻ്റെ ഗോഡൗണും കാര്യങ്ങളും. അവിടെയാണ് നമ്മളിപ്പോൾ ദിലീപിനെ കണ്ടത്. ദിലീപാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ. ഇത് കുട്ടിക്കാനമാണ് കേട്ടോ. കുട്ടിക്കാനം പീരുമേട് ഭാഗത്ത് ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെ ഒരു റിസോർട്ടിൻ്റെ പേരാണ് ടീറ്ററൈനിലേക്ക് ഞങ്ങൾ ജീപ്പ് ഫാമിലി കണ്ട ജീപ്പ് ട്രയൽസ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് കൂടുതലും ഉൾപ്രദേശങ്ങളിലേക്കാണ്. ജീപ്പിൻ്റെ ഫിറ്റ്നസ് സ്വയം ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ജീപ്പ് ഇന്ത്യ ഇവിടെ വിതരണം ചെയ്യുന്ന പിനാക്കിൾ വഴിയാണ്. പിനാക്കിളിൻ്റെ MD ആണ് നമ്മുടെ അബ്ദുൾ റഷീദ് മാഷ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ നേതൃത്വം നൽകി ഞങ്ങൾ കുട്ടിക്കാനത്തുള്ള ടീറ്ററൈൻ അവിടെ വന്നേക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 8 ഏക്കറിന് മേലെയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കല്ലുകൊണ്ട് പണിതിരിക്കുന്ന തൂണുകളും ഭിത്തികളും ഒക്കെയാണ്. ഇത് അലക്സാണ്ടർ മാത്യു എന്ന് പറഞ്ഞ ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ സ്ഥലമാണ്. അദ്ദേഹം ഏതോ ഒരു പ്രാവശ്യം അവിടെ ഒരു സിനിമയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഈ ചരിവുള്ള ഭൂമി. അതിനെ അദ്ദേഹം മേടിച്ച് വേറിട്ട ഒരു തലത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് അദ്ദേഹം അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. 1-2 രൂപയല്ല, കോടികളുടെ നിക്ഷേപമാണ് അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത്. ഒരുവിധം പ്രകൃതിപരമായ കാര്യങ്ങളിൽ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാനും ശബ്ദമുയർത്താറുണ്ടെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് ഇടുക്കിയിലേക്ക് നമുക്ക് ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻ്റുകളിൽ ടൂറിസം വളരണമെങ്കിൽ ചില നിർമ്മിതികൾ ആവശ്യമാണ്. അപ്പോൾ ഈ നിർമ്മിതിയിൽ എനിക്ക് വന്ന ഒരു വലിയൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് എനിക്ക് കിട്ടിയ മുറി. 108 നമ്പർ മുറിയാണ് കിട്ടിയത്. അവിടെ കേട്ടൊരു സംഗീതമാണ്, ഒരു വിസിലടിയാണ്. ഞാൻ അവനെ രാവിലെ തൊട്ടൊന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നത്. 108 നിന്നുള്ള ബാൽക്കണി കാഴ്ചയാണിത്. ഹൈ റേഞ്ചിൻ്റെ വലിയൊരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചരിവുള്ള ഭൂമിയിൽ മഴയുള്ള സമയത്ത് ചില പ്രഭാതങ്ങളിലും സായന്ത്രങ്ങളിലും ഇങ്ങനെ വീശിയടിക്കുന്ന കാറ്റിൻ്റെ മർമ്മരങ്ങൾ ആസ്വദിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ടീറ്ററൈൻ ഇങ്ങനെ ഓരോരോ ബ്ലോക്കുകളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒത്തിരി ഇടങ്ങൾ ഓടി നടക്കേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടിടത്തേക്കും അതിൻ്റെ ബാൽക്കണി വ്യൂവിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്കാണ് അതിൻ്റെ ഡോർ തുറക്കുക. കണ്ടോ, അതിൻ്റെ 2 വശവും വളരെ മനോഹരമായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അലക്സാണ്ടർ മാത്യു എന്ന് പറഞ്ഞ വ്യക്തിക്ക്, അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. പൂയപ്പള്ളി ഫിലിംസ്, അതാ എന്ത് മനോഹരമായിട്ടാണ് അവർ ആ പ്രകൃതിയിൽ
നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട ആ നാദം കേട്ടോ. അവിടെ പലയിടത്തും ഇങ്ങനെ പല മരങ്ങളിലും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. രക്ഷാധികാരി ബൈജു, വധു ഡോക്ടറാണ്, ഒരു മറവത്തൂർ കനവ്, ഇതൊക്കെ ഈ ഇടത്തിൻ്റെ നിർമ്മാതാവ് പിടിച്ചതാണ്, സിനിമകളാണ്. അലക്സാണ്ടർ മാത്യു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രകൃതിയിലെ സാധാരണ താളത്തിനൊപ്പം ഈ മണിനാഥം ഇങ്ങനെ കേട്ട് നടക്കാൻ വലിയൊരു സന്തോഷം തരുന്നത്. എനിക്ക് തോന്നുന്നത് ഇടുക്കിയുടെ സൗന്ദര്യം എപ്പോഴും മഴക്കാലത്താണ്. വേനലിൽ ഒരു വരണ്ട കാലാവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി കാഴ്ചയ്ക്ക് അത്ര വലിയ സൗന്ദര്യമില്ല. വാഗമണ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ ഈ ടീ ടെറേനെ കുറിച്ച് പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭൂമിയിൽ ഒരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്, ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യത ഒപ്പം അവർക്ക് ഒരു ദിവസം വേണ്ടതായ മുഴുവൻ റിക്രിയേഷൻ അവരിവിടെ ഒരുക്കി നൽകുകയാണ്. ആ കുന്നിൻ്റെ മുകളിലേക്ക് അവരൊരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു ഇത്. ആ കുന്നിൻ്റെ നെറുകയിലാണ് കേട്ടോ. അവിടെ പഴയ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കിലാമ്പ് അല്ലേ, ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ, ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്നതാണ്. ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ രാത്രിയിലൊക്കെ പറമ്പിലേക്ക് പോകുമ്പോൾ ഈ അരിക്കിലാമ്പ് കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് പോകുക. അത് കാറ്റത്ത് കേടില്ല. ഇവിടെ എപ്പോഴും നനുത്ത കാറ്റാണ്, നിറഞ്ഞ കാറ്റാണ് ഇവിടെ. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. വാഗമൺ ഏകദേശം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേയിലയും അതുപോലെ തന്നെ എപ്പോഴും അവിടെ വീശിയടിക്കുന്ന ഒരു കാറ്റും അതിൻ്റെ നനുപ്പും. ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ദൂരെ ഏതോ ഒരു പള്ളിയിൽ നിന്നുള്ള പാട്ട്, അത് വൈകുന്നേരമെന്നോ രാവിലെ എന്നൊന്നുമില്ലാതെ നിരന്തരമായിട്ട് ഒരു പള്ളിയിൽ നിന്നുള്ള പാട്ടുമുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു ഫാമിലിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളോ വലിയവരോ അവർക്ക് റിക്രിയേഷൻ വേണ്ട എല്ലാ ക്രമങ്ങളും അവർ അവിടെ ഒരുക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ടർഫ് അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് പേര് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനകത്തേക്ക് കയറിയില്ല. പിന്നെ രാവിലെ ഇത് കേട്ടോ, അവിടുത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. ഫുൾ കോഴ്സ് ഡിന്നർ എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവർ ഒരുക്കി. അവിടെ ജീപ്പിൻ്റെ ജിജു, അദ്ദേഹം അവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. വളരെ നല്ല ഒരു വ്യക്തിയാണ്. ജീപ്പിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അടുത്തൊരു ബോണി ഉണ്ടായിരുന്നു, ജിജു ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ ഉണ്ടായിരുന്നു, ബോബൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അനു സെബാസ്റ്റ്യൻ, ബിജി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒപ്പം വന്ന യാത്രയിലുള്ളത് ഒരു ഡോക്ടർ അനിൽകുമാർ. ഏറ്റവും രസം തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ആൻ്റണി ചേട്ടനുണ്ടായിരുന്നു, നമ്മുടെ പെൻ്റെ മേനകയിൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് ലീല ആൻ്റണി. ഞങ്ങളങ്ങനെ എല്ലാവരും ചേർന്ന് ഏകദേശം 28ഓളം ജീപ്പുകളുണ്ടായിരുന്നു. ജീപ്പ് കുടുംബത്തിലെ 28ഓളം വണ്ടികൾ ചേർന്നാണ് ഞങ്ങളൊരു യാത്രയ്ക്ക് പോയത്. ലക്ഷ്യം മദാമക്കുളമായിരുന്നു. അതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ വേറിട്ട യാത്രയുടെ ചെറിയ സന്തോഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് സൈനിങ് ഓഫ് സൈപ്പുത്തൊട്ട. താങ്ക് യു.